അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മീലാദ് ക്വിസിന്റെ ഭാഗമായി ഈ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന 5 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വിശദീകരണമാണ് താഴെ കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് അവതീർണമായത് എന്നറിയിക്കുന്ന എത്ര ആയത്തുകൾ ഖുർആനിലുണ്ട്, അവ ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പരിഭാഷകളെക്കുറിച്ചുകൊണ്ട് നാം ജാഗ്രത പാലിക്കണം എന്നുള്ളതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ ചോദ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ 10-ലേറെ സ്ഥലങ്ങളിൽ ഖുർആൻ അവതീർണമായത് വ്യക്തമായ അറബി ഭാഷയിലാണ്, തെളിഞ്ഞ അറബി ഭാഷയിലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് യൂസുഫിൽ 2-ാമത്തെ ആയത്തും, അതുപോലെ തന്നെ സൂറത്ത് റാദ് 37-ാമത്തെ ആയത്ത്, സൂറത്ത് നഹൽ 103-ാമത്തെ ആയത്ത്, ത്വാഹ സൂറത്ത് 113-ാമത്തെ ആയത്ത്, ഷുഅറായിലെ 195-ാമത്തെ ആയത്ത്, സുമറിലെ 227-ാമത്തെ ആയത്ത്, ഫുസ്സിലത്തിലെ 3-ാമത്തെ ആയത്ത് തുടങ്ങിയ ഒട്ടനവധി ആയത്തുകളിൽ പരിശുദ്ധ ഖുർആൻ അവതീർണമായത് വ്യക്തമായ അറബി ഭാഷയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. തീർച്ചയായിട്ടും നാം അതിനെ അറബി ഭാഷയിലുള്ള ഖുർആനായിട്ടാണ് അവതീർണമാക്കിയിരിക്കുന്നത്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകുവാൻ വേണ്ടി അറബി ഭാഷയിലാണ് ഖുർആന്റെ അവതീർണമെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ തെര്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സൂറത്ത് ഷുഅറായിൽ 195-ാമത്തെ ആയത്തിൽ പറയുന്നു, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ തെളിഞ്ഞ അറബി ഭാഷയിലൂടെയാണ് പ്രവാചകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 11ഓളം ആയത്തുകളിൽ സമാനമായിരിക്കുന്ന ഇതേ ആശയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം എന്താണ് അറിയിക്കുന്നത്? ഒരു വസ്തുതയിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തുകളിൽ നിന്നെല്ലാം തന്നെ ഖുർആനും അറബി ഭാഷയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് കാണാൻ സാധിക്കും. അറബിയില്ലാത്ത ഖുർആനില്ല. അറബി ഭാഷയിൽ മാത്രമാണ് ഖുർആന്റെ യഥാർത്ഥ അസ്തിത്വം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് ഈ ആയത്തുകളൊക്കെ ഒന്ന് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അനർബികളായ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം അറബി ഭാഷാ പഠനം നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും അതേ അവസരത്തിൽ ഇസ്ലാമിക വിധിവിലക്കുകൾ ഓരോ വ്യക്തിയും അറിയൽ നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളതിനാലും ഖുർആൻ ആശയവിവർത്തനം ചെയ്യുന്നതിനെ പണ്ഡിതന്മാർ ഒരിക്കലും എതിർത്തിട്ടില്ല. അത് അനുവദനീയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഖുർആൻ പരിഭാഷകൾ ഒക്കെ തന്നെ യഥാർത്ഥ ഖുർആനെ പ്രതിനിധീകരിക്കുന്നതാണോ അല്ലയോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പദാനുപദ വിവർത്തനം അസാധ്യമാണ്. തർജമത്തുൽ ഹർഫിയ സാധ്യമല്ലെന്നാണ് പണ്ഡിതന്മാരെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ഭാഷയെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ മൂലഭാഷയുടെ എല്ലാവിധ തന്മയത്വത്തോടുകൂടിയും അതിന്റെ എല്ലാവിധ ഉദ്ദേശങ്ങളും പ്രതിഫലിപ്പിച്ചുകൊണ്ടും വിവർത്തന ഭാഷയിൽ പ്രകടമാക്കുക എന്നുള്ളത് സാധ്യമായിക്കൊള്ളണമെന്നില്ല. കാരണം അതിന്റെ പദങ്ങൾ, ഘടനാരൂപം, അതുപോലെ അതിന്റെ പ്രയോഗം, വ്യാകരണ നിയമങ്ങൾ എല്ലാം തന്നെ ഭാഷകൾ തമ്മിൽ വ്യത്യസ്തമായിട്ടാണ് നിലകൊള്ളുന്നത്. ഒരു ഭാഷയ്ക്കുള്ള ഘടനയല്ല മറ്റൊരു ഭാഷയ്ക്കുള്ളത്. ഒരു ഭാഷയ്ക്കുള്ളതായ പദങ്ങളും അതിന്റെ പ്രയോഗങ്ങളും വ്യത്യസ്തമായിക്കൊണ്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ യഥാർത്ഥ രീതിയിൽ മൂലഭാഷയുടെ ആശയങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം തന്നെ വിവർത്തന ഭാഷയിൽ പ്രതിഫലിപ്പിച്ചുകൊള്ളണം എന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം.
പദാനുപദ വിവർത്തനത്തിന്റെ മറ്റൊരു ന്യൂനത, അത് വായിക്കുന്ന വ്യക്തിക്ക് ഒഴുക്കും ശക്തിയും ഭാഷയുടെ ഭംഗിയും അതിന്റെ സ്വാധീനശേഷിയും ചോർന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഖുർആന്റെ വരികൾക്ക് താഴെ നിർജീവമായ വാക്കുകളാണ് വായനക്കാരന് കിട്ടുന്നത്. അതയാളിൽ യാതൊരു വിധത്തിലുള്ള അനുഭൂതികൾ ഉണർത്തുന്നില്ല, രോമാഞ്ചമുണ്ടാക്കുന്നില്ല, അയാളുടെ നയനങ്ങൾ സജലങ്ങളാക്കുന്നില്ല, വികാരങ്ങൾക്ക് കോളിളക്കമുണ്ടാക്കുന്നില്ല. തന്റെ ചിന്തയെയും ബുദ്ധിയെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു വശ്യമായ ശക്തി ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്നില്ല. ഇതെല്ലാം തന്നെ പദാനുപദ വിവർത്തനത്തിന്റെ ന്യൂനതകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധ ഖുർആന്റെ മൂലഭാഷയിലുള്ളതായിരിക്കുന്ന പാരായണങ്ങൾ അത് ഇതിനെല്ലാം തന്നെ കോർത്തിണക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഓതുമ്പോൾ അതിന്റെ മായാവലയത്തിൽപ്പെട്ടുകൊണ്ട് അതിന്റെ ശക്തരായ എതിരാളികൾ പോലും അതിന്റെ അനുയായികളായി തീരുന്ന കാഴ്ചകൾ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആന്റെ പരിപാവനമായ അധ്യാപനങ്ങൾക്കും അതിന്റെ മഹത്തായ ആശയങ്ങൾക്കുമുള്ളതിൽ ഒട്ടും കുറയാത്ത പങ്ക് അതിന്റെ സാഹിത്യത്തിന് ബലാഗത്തിനുമുണ്ട് എന്നുള്ളതാണ്. ആ സാഹിത്യമാണ് ശിലാഹൃദയങ്ങളെ അലിയിപ്പിച്ചതും ഒരു ജനതയെ പ്രകമ്പനം കൊള്ളിച്ചതും എന്ന് നമുക്ക് ചരിത്രത്തിൽ കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ പദാനുപദ പരിഭാഷയ്ക്ക് ഇത്തരത്തിലുള്ള യാതൊരു ഗുണവും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതുകൊണ്ട് ഒക്കെ തന്നെയാണ് പണ്ഡിതന്മാർ പദാനുപദ വിവർത്തനം പരിശുദ്ധ ഖുർആനെ പ്രതിനിധീകരിക്കുന്നതല്ല എന്ന് അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആന്റെ അതിന്റെ ആശയങ്ങൾ ഒട്ടും ചോർന്നു പോവാത്ത രീതിയിൽ ആശയവിവർത്തനം നടത്തുന്നത് മാത്രമാണ് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുള്ളത്. അല്ലാത്ത തരത്തിലുള്ള പദാനുപദ വിവർത്തനം എന്നുള്ളത് ഒരിക്കലും ഖുർആനെ പ്രതിനിധീകരിക്കുന്നതായ ഒരു പരിഭാഷയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.